الحمد لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. മക്കയിൽ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന കാലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനവുമായി അതിവേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ വളർച്ചയും ഉയർച്ചയും മക്കക്കാരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. നബിയെ തടയാനുള്ള ഒരുപാട് മാർഗങ്ങൾ അവരന്വേഷിച്ചു. അവസാനം ഒരു 18ാമത്തെ അടവ് എന്ന നിലക്കാണ് അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടരെയും ഉപരോധിക്കാമെന്ന് തീരുമാനിക്കുന്നത്. നബിക്കും കുടുംബത്തിനും ഊരുവിലക്ക്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ബനു ഹാഷിം ബനുൽ മുത്തലിബ് കുടുംബത്തോടും ഇനി സംസാരമില്ല, മക്കക്കാർക്ക് ബന്ധമില്ല. മുഹമ്മദിനെ കൊല്ലാൻ വിട്ടുതരുന്നത് വരെ നിങ്ങളുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയില്ല, കച്ചവട ഇടപാടുകൾ നടത്തുകയില്ല, നിങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കൂല, ഞങ്ങൾ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരികയും ചെയ്യില്ല, നിങ്ങളുടെ കൂടെ ഇരിക്കില്ല. ഇങ്ങനെ കടുത്ത തീരുമാനങ്ങളാണ് അവരെടുത്തത്. ആ തീരുമാനങ്ങൾ ഒരു ഫലകത്തിൽ എഴുതി അവർ കഅബക്കുള്ളിൽ കെട്ടിത്തൂക്കി. അവരെടുത്ത ആ തീരുമാനത്തിന്റെ കടുപ്പം അറിയിക്കാനാണ് അങ്ങനെ കഅബക്കുള്ളിൽ അത് കെട്ടിത്തൂക്കുന്നത്. ചരിത്രത്തിൽ നമുക്ക് കാണാം, 3 വർഷത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബനുൽ മുത്തലിബ് ബനു ഹാഷിം കുടുംബങ്ങളും ഷഅബ് അബി താലിബിലാണ്, അബൂ താലിബിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന ആ മലയിടുക്കിലാണ് താമസിക്കുന്നത്. ആ 3 വർഷങ്ങൾ കഠിനമായ 3 വർഷങ്ങളാണ്. ദാരിദ്ര്യത്തിന്റെ, പട്ടിണിയുടെ ആഴം ശരിക്ക് സ്വഹാബിമാർ അറിഞ്ഞൊരു സമയമായിരുന്നു അത്. ഒന്നും വാങ്ങാൻ കഴിയൂല, മക്കക്കാരൊന്നും കൊടുക്കൂല. പുറത്തുനിന്ന് വരുന്ന കച്ചവട സംഘത്തിന്റെ അരികിലേക്ക് ആദ്യം ഇവർ ഓടി ചെല്ലും. മുസ്ലിങ്ങൾക്കൊന്നും കിട്ടാതിരിക്കാൻ ആദ്യം അതൊക്കെ ഇവർ വാങ്ങിക്കൂട്ടും. അതല്ല എങ്കിൽ നല്ല വിലയേറ്റി പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് വാങ്ങാൻ കഴിയാത്ത വിധത്തിൽ ആ കച്ചവടം മുടക്കിക്കളയും. സീറയുടെ ഗ്രന്ഥങ്ങളിൽ കാണാം, രാത്രി സമയത്ത് ആ മലയിടുക്കിൽ നിന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും കരച്ചിൽ കേട്ടിരുന്നു. ഞാൻ
വിശന്നിട്ട് പട്ടിണി സഹിക്കാൻ പറ്റാതെ. നമ്മൾ ആലോചിക്കേണ്ടത് ആ സമയത്ത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ദുഃഖിച്ചിട്ടുണ്ടാകും, നബി എത്ര വേദനിച്ചിട്ടുണ്ടാകും. കാരണം നിസ്കാരത്തിൽ പോലും ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ആ നിസ്കാരം ചുരുക്കിയ ഇമാമിന്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ മനസ്സെത്ര നീറിയിട്ടുണ്ടാകും. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ആ 3 വർഷത്തിന്റെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും ആഴം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു രാത്രി സഅദ് റളിയല്ലാഹു അൻഹു മൂത്രമൊഴിക്കാൻ വേണ്ടി എഴുന്നേറ്റതാണ്. അപ്പൊ ആളുകളിൽ നിന്നൊക്കെ മാറി കുറച്ച് ദൂരേക്ക് പോയി. അപ്പൊ മൂത്രം ഒഴിക്കുമ്പോ മൂത്രം ചെന്ന് പതിക്കുന്നത് മണ്ണിലല്ല, നിലത്തല്ല, വേറെന്തോ ഒരു വസ്തുവിലാണ്. ആ ശബ്ദത്തിൽ നിന്ന് സഅദ് റളിയല്ലാഹു അൻഹു അത് മനസ്സിലായി. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിയപ്പോ ഒരു ഒട്ടകത്തിന്റെ ഉണങ്ങിയ തോലാണ്. സഅദ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്യുന്നറിയോ? ആ തോലെടുത്തു, അത് കഴുകി വൃത്തിയാക്കി, അത് ഉണക്കി, എന്നിട്ട് അത് കഷ്ണം കഷ്ണമാക്കി മുറിച്ച് 3 ദിവസം സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു വിശപ്പടക്കിയത് ആ ഉണങ്ങിയ ഒട്ടകത്തിന്റെ തോലുകൊണ്ടായിരുന്നു. നമ്മൾ ഒന്ന് പോസ് ചെയ്തിട്ട് ചിന്തിക്കുക, എത്ര ഭീകരമായിരുന്നു ആ പട്ടിണി. ഒരാൾ മൂത്രമൊഴിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയ ഒട്ടകത്തിന്റെ തോലെടുത്തു കൊണ്ടുപോയി ഉണക്കി, അത് കഷ്ണം കഷ്ണമായി മുറിച്ച് അത് 3 ദിവസം ഭക്ഷിക്കാന്ന് പറഞ്ഞാൽ ആ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാഠിന്യം എത്രയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാം മറന്നുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി ജീവിച്ചവരാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ. ദീനിന് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും അവർ സന്നദ്ധരായിരുന്നു. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു ഈമാൻ ഉള്ളവരിൽ നിന്ന് അവരുടെ സമ്പത്തും ശരീരവും വിലക്ക് വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് പകരം സ്വർഗം തരാമെന്ന വാക്കോടുകൂടി. പ്രിയപ്പെട്ടവരെ, ആ ആയത്ത് ജീവിതത്തിൽ കെടാതെ സൂക്ഷിച്ചവരാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് എന്ത് റിസ്ക് ഉള്ളതെന്നാണ്. നമ്മൾ ദീനിന് വേണ്ടി എന്താണ് സഹിച്ചിട്ടുള്ളത്, നമ്മൾ എന്താണ് ത്യജിച്ചിട്ടുള്ളത്. ക്യാമ്പസിൽ 2 ആൾക്കാർ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കമന്റ് അടിക്കുമ്പോൾ ഒരിക്കലും ഒരു മുസ്ലിം പങ്കെടുക്കാൻ പറ്റാത്തൊരു ആഘോഷത്തിന്റെ ഏറ്റവും മുമ്പിൽ നമ്മൾ എത്തുകയാണ്. ആ കമന്റിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റുന്നില്ല. അങ്ങാടി കൂടെ നടക്കുമ്പോൾ 4 ആള് നമ്മുടെ താടിമിലേക്ക് നോക്കുമ്പോൾ അടുത്ത ദിവസം താടിന്റെ നീളം കുറഞ്ഞു, ആ താടി വെട്ടി, അത് ഷേവ് ചെയ്തു. ഒരു 4 ആളുടെ നോട്ടം നേരിടാനുള്ള ഈമാനിക ശക്തി പോലും നമുക്കില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ വലിയ സലഫിയാണ്, എന്താ ഇപ്പൊ നിങ്ങളെ മോന്റെ കല്യാണത്തിന്റെ അവസ്ഥ? അവിടെ ഗാനമേള ഉണ്ടല്ലോ, ആണും പെണ്ണും കൂടിക്കലർന്നിട്ടുള്ള ഒപ്പനയുണ്ടല്ലോ, ഡാൻസ് ഉണ്ടല്ലോ, നാട്ടുകാരും കൂട്ടുകാരൊക്കെ കൂടി നിന്ന് ഫോട്ടോഷൂട്ട് ഉണ്ടല്ലോ, അതൊക്കെ ശരിയാണോ? അതൊന്നും ശരിയല്ല. പക്ഷെ നമുക്ക് നമ്മളെ കുടുംബക്കാരങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂല. അവരെന്തൊക്കെ പറയാ, അവരുടെ വാക്കിന്റെ മുമ്പിൽ നമുക്ക് വേറൊന്നും പറയാനില്ല. അപ്പൊ ഒത്തുപോകണ്ടേ, അതുകൊണ്ട് ഇങ്ങനെ കണ്ണടക്കുന്നതാണ്. നിങ്ങൾ ആലോചിക്കുക, അള്ളാഹുവിന്റെ ദേഷ്യവും അള്ളാഹുവിന്റെ കോപവും അള്ളാഹുവിന്റെ വെറുപ്പും നമുക്ക് പ്രശ്നമല്ല. നമ്മുടെ കുടുംബക്കാര് അവർ ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുമോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ ഒരു കുത്തുവാക്ക് കേൾക്കാനുള്ള ശക്തി പോലും ത്രാണി പോലും നമുക്കില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാനിന്റെ ശക്തി എവിടെയാണ്? ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പള്ളിക്കുള്ളിൽ മാത്രമുള്ളതാണ്. പള്ളിയിലേക്ക് കയറിയാൽ മാത്രം പാലിക്കേണ്ടതാണോ ദീനിന്റെ നിയമങ്ങൾ? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലയോട് ഒരാൾ ചോദിക്കുന്ന ഒരു ഫത്വയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിച്ച് നടക്കുന്നത് വിലക്കിയിട്ടുണ്ട്. ഒറ്റക്കാലിൽ മാത്രം ചെരുപ്പ് ധരിച്ച് നടക്കാൻ പാടില്ല. അപ്പൊ ഈ മനുഷ്യന്റെ ചോദ്യം, ഞാൻ ചില സമയത്തൊക്കെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഒരു ചെരുപ്പ് തൊട്ടടുത്തായിരിക്കും, വേറൊരു ചെരുപ്പ് കുറച്ച് അപ്പുറത്തായിരിക്കും. അപ്പൊ ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ചെരുപ്പ് ധരിച്ചിട്ട് കുറച്ച് ദൂരെയുള്ള ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോകാൻ പറ്റുമോ, ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിച്ചിട്ട്? അപ്പൊ അതിന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല നൽകുന്ന മറുപടി, ഇനിസ്തതഅത അല്ലാ തുഖാലിഫ സുന്നത വലൗ ബിഖുത്വത്തിൻ വാഹിദത്തിൻ ഫഫ്അൽ. ഒരു കാലടി കൊണ്ടാണെങ്കിലും
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് എതിരാകാതിരിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ നീ അതാണ് ചെയ്യേണ്ടത്. സുബ്ഹാനല്ലാഹ്, അതെന്തൊരു മറുപടിയാണ് പ്രിയപ്പെട്ടവർ, അതെന്തൊരു നിലപാടാണ്. നമ്മൾ മാറ്റം നമ്മളിൽ നിന്ന് തുടങ്ങണം, നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. മാറാൻ പലപ്പോഴും തടസ്സം കുടുംബമാണ്, അടുത്ത ബന്ധുക്കളാണ്. അതുകൊണ്ട് ആദ്യം അവിടെ നിന്നാണ് മാറ്റം തുടങ്ങേണ്ടത്. നിങ്ങൾ ആലോചിക്കുക, പ്രബോധനത്തിന്റെ ആദ്യ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ച ആയത്ത് എന്താണ്? വഅൻദിർ അശീറതകൽ അഖറബീൻ. അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളിൽ നിന്ന് പ്രബോധനം തുടങ്ങുക. ആ ആയത്തിറങ്ങുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യമായിട്ടുള്ള പ്രബോധനം തുടങ്ങുന്നത്. 3 വർഷക്കാലത്തെ രഹസ്യ പ്രബോധനം അവസാനിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യമായിട്ട് മക്കക്കാർക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടങ്ങുന്നത് അടുത്ത ബന്ധുക്കളിൽ നിന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഉപ്പ ആസറിന്റെ മുഖത്ത് നോക്കി ദീനു പറയുന്നത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. ഒന്നും കാണാത്ത, ഒന്നും കേൾക്കാത്ത, നിങ്ങൾക്കൊന്നും ചെയ്തു തരാൻ കഴിയാത്ത ഈ വിഗ്രഹങ്ങൾ നിങ്ങൾ എന്തിനാണ് വിളിക്കുന്നത്? ഇബ്രാഹിം നബിയെ വെറുതെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതൊന്നല്ല, നിന്നെ കല്ലെറിഞ്ഞ് ഓടിക്കുമെന്ന് ആസർ വെറുതെ ഭീഷണിപ്പെടുത്തിയതല്ല. വാപ്പാന്റെ മുഖത്തു നോക്കി ദീന് പറഞ്ഞ പ്രബോധകന്റെ പേരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രിയപ്പെട്ടവരെ, മരണശയ്യയിൽ കിടക്കുമ്പോഴും അവസാനമായിട്ട് അബൂ താലിബിനോട്, സ്വന്തം മൂത്താപ്പയോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാനുണ്ടായിരുന്നതും ദീനാൻ. യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂത്താപ്പ അങ്ങനൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. എന്തുകൊണ്ടാണ് ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻക്ക് കൊടുത്ത ഉപദേശങ്ങളെ പറ്റിയിട്ട് ഖുർആൻ നമ്മളോട് സംസാരിച്ചത്? ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉപദേശങ്ങൾ എന്തിനാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നത്? അതിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. അതുകൊണ്ട് മാറ്റം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. നമ്മൾ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാകും. അമ്മായിയും മൂത്തമ്മയും എല്ലാവരും ഒരു വീട്ടിലായിരിക്കും. അമ്മായിയും മൂത്തമ്മൊക്കെ ഈ മാലയും മൗലീദും പല വക ഏടുകളായിട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും. ഒരിക്കലെങ്കിലും നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടോ അത് ശരിയല്ല, അത് പാടില്ല, അതിൽ ശിർക്കിന്റെ വരികളുണ്ട് എന്ന്? നമ്മുടെ കുട്ടികൾ, പെൺകുട്ടികൾ, അവർ കോളേജിലേക്ക് പോവാൻ, എന്താണ് അവരുടെ വസ്ത്രം? അവരുടെ ശരീരത്തിൽ പൂർണ്ണമായിട്ട് മറക്കേണ്ട ഭാഗങ്ങൾ മറഞ്ഞിട്ടുണ്ടോ? അവളുടെ തലയിൽ തട്ടുണ്ടോ? ചോദിച്ചാൽ പറയും ഇതൊന്നും നമുക്ക് ഇപ്പൊ നിയന്ത്രിക്കാൻ കഴിയൂല, അത് നമ്മളെ അടുത്ത് നിന്നൊക്കെ പിടിവിട്ടു പോയിട്ടുണ്ട്, നമുക്കൊന്നും പിടിച്ചാൽ കിട്ടൂല, നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കൂല. പിന്നെ ആര് പറഞ്ഞാലേ കേൾക്കുക? പിന്നെ ആർക്കാണ് ഇതൊക്കെ പിടിച്ചു വെക്കാൻ കഴിയുക? ആർക്കാണ് അവരെ നിയന്ത്രിക്കാൻ കഴിയുക? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്കൾക്കൊരു 16, 17, 18 വയസ്സായിട്ട് ഓൻ അങ്ങനെ ആകണം, ഓൾ ഇങ്ങനെ ആകണം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതൊക്കെ ചെറുപ്പത്തിൽ തന്നെ കൊടുക്കണം. നമ്മൾ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഉരുളയുടെ കൂടെ ദീനുണ്ടാകണം. നമ്മൾ അവർക്ക് സമ്മാനമായി നൽകിയ കളിപ്പാട്ടത്തിന്റെ കൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമൂല്യമായ അധ്യാപനങ്ങൾ ഉണ്ടാകണം. ആ കുട്ടി ഇങ്ങോട്ട് കുറച്ച് ചാടൂല. ഇവിടുന്ന് എന്തെങ്കിലും 2 അങ്ങോട്ട് പറയുമ്പോ ഓൻ അവിടുന്ന് ഇങ്ങോട്ട് 4 പറയൂല. ദീന് കൊടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചെറുപ്പത്തിൽ കൊടുക്കണം. അത് ആ സമയത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ വിരൽ അടിക്കേണ്ടി വരും. നമ്മൾ പറയലില്ലേ, അടക്കയാണെങ്കിലും മടിയിൽ വെക്കാം, കൗവാണെങ്കിൽ അതിന് പറ്റൂല. അതുകൊണ്ട് നമ്മൾ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ മക്കൾക്ക് മാതൃക കാണിച്ചു കൊടുക്കണം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയിൽ വെച്ചിട്ടുള്ള 2 റക്അത്ത് നിസ്കാരത്തിന് ബാക്കിയുള്ള പള്ളികളിൽ വെച്ചിട്ടുള്ള നിസ്കാരങ്ങളെക്കാളൊക്കെ 1000 ഇരട്ടി കൂലിയുണ്ട്. അപ്പൊ നമ്മുടെ ഈ പള്ളിയിൽ വെച്ചിട്ട് ഒരാൾ 2 റക്അത്ത് നിസ്കരിക്കുന്നു, വേറൊരാൾ മദീന പള്ളിയിൽ വെച്ചിട്ട്, മസ്ജിദുൻ നബവിയിൽ വെച്ചിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്നു. ഈ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്ന 2 റക്അത്തിനേക്കാളും 1000 ഇരട്ടി കൂലിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയിൽ വെച്ചിട്ടുള്ള നിസ്കാരത്തിന്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചത് വീട്ടിൽ വെച്ചിട്ടാണ്. അഫ്ളലു സ്വലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ. ഫർള് നിസ്കാരമല്ലാത്ത ബാക്കി എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും വീട്ടിൽ വെച്ച് നിർവഹിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാ പറഞ്ഞത്. ആയിഷ ബീവിന്റെ വീട്ടിൽ നിന്ന് മദീന പള്ളിക്ക് എത്ര ദൂരമുണ്ട്? ഒരു ചുമരിന്റെ ദൂരല്ലേ ഉള്ളൂ. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ചിട്ടാണ് നിർവഹിച്ചത്. വീട്ടിൽ വെച്ചിട്ട് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതിന്റെ മെച്ചങ്ങൾ എണ്ണി പറയുമ്പോൾ ഇമാം നവവി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്,
അത് നിങ്ങളുടെ പുറയിലുള്ള ആളുകൾക്കുള്ള ഒരു മാതൃക കൂടിയാണ്, അവർക്ക് കണ്ടുപഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പൊ നിങ്ങൾ വെറുതെ വീട്ടിൽ വെച്ചിട്ട് നിസ്കരിച്ച് നോക്കി, വീട്ടിൽ വെച്ചിട്ട് നിസ്കരിക്കുന്ന ആൾക്കാർക്ക് അറിയാം, അവരുടെ വീട്ടിലുള്ള 2 വയസ്സും 3 വയസ്സൊക്കെ ആയ കുട്ടികൾ വന്നിട്ട് നമ്മുടെ കൂടെ സുജൂദ് ചെയ്യും, നമ്മുടെ കൂടെ റുക്കൂ ചെയ്യും. ഒരു തുണി കുപ്പായൊന്നും എടുത്തിട്ടുണ്ടാവില്ല, എന്നാലും സുജൂദ് ചെയ്യാനും റുക്കൂ ചെയ്യാനും നമ്മുടെ കൂടെ നിസ്കരിക്കാനും അവരുണ്ടാകും. പ്രിയപ്പെട്ടവർ, അതാ കുട്ടിയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ചെറുതാണോ? നമ്മൾ നിസ്കരിക്കുന്നതും നമ്മൾ ഖുർആൻ ഓതുന്നതും നമ്മൾ ദഅവാ രംഗത്ത് ഓടി നടക്കുന്നത് നമ്മുടെ മക്കൾ കാണണം, അവർ അത് കണ്ടുകൊണ്ട് വളരണം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നിസ്കരിക്കുന്ന മക്കൾ കാണുന്നത് പോയിട്ട് നമ്മളൊക്കെ രാത്രി നിസ്കരിച്ചിട്ട് എത്ര സമയമായിട്ടുണ്ടാകും, എത്ര കാലമായിട്ടുണ്ടാകും? കഴിഞ്ഞ റമളാനിൽ നിർത്തിവെച്ചതായിരിക്കും രാത്രി നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീദ സ്വലാത്തുൽ ലൈൽ. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം രാത്രിയിലെ നിസ്കാരാണ്. ഒരു റക്അത്ത് ഏറ്റവും ചുരുങ്ങിയത് അതല്ലേ വിത്ർ എന്ന് പറഞ്ഞാൽ. മുആവിയ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു റക്അത്ത് വിത്ർ നിസ്കരിച്ചു. ഇശാ നിസ്കരിച്ചിട്ട് ഒരു റക്അത്ത് വിത്ർ നിസ്കരിച്ചു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മൗല, മോചിപ്പിക്കപ്പെട്ട അടിമ ഇത് കാണുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ധാരണയിൽ വിത്ർ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 3 റക്അത്താണെന്നാണ്. അങ്ങനെ അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് വന്നിട്ട് പരാതി പറയാണ്, എന്താണ് ഇപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു ഒരു റക്അത്താണല്ലോ വിത്ർ നിസ്കരിച്ചത്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ മുആവിയ റളിയല്ലാഹുവിന്റെ കാര്യം വിട്ടേക്കുക. ഫഇന്നഹു ഖദ് സഹിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർച്ചയായും മുആവിയ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ മുആവിയ വെറുതെ ഒരു സംഗതി ചെയ്യുകയില്ല. ഈ ഹദീസിൽ നമുക്ക് കിട്ടുന്ന 2 പാഠങ്ങളുണ്ട്. ഒന്ന്, മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതയാണ്, മഹത്വമാണ്. രണ്ടാമത്തേത്, വിത്ർ നിസ്കാരം എന്നത്, രാത്രി നിസ്കാരം എന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്അത്താണ്. പ്രിയപ്പെട്ടവർ, ആ ഒരു റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് എന്തൊരു മടിയാണ്. കഴിഞ്ഞ റമളാനിൽ അവസാനമായിട്ട് രാത്രി നിസ്കരിച്ച ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലില്ലേ? അതോടുകൂടി നമ്മൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത റമളാനിലാണ് രാത്രി നിസ്കാരം എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ തുറക്കുക. നമ്മളൊരു അവസ്ഥ എന്താന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. 1 കഴിയെങ്കിൽ 1 നിസ്കരിക്കുക, 3 കഴിയോ നല്ലത്, 5, 7, 9, 11 ഏറ്റവും നല്ലത്. ഇനി അതിനൊന്നും കഴിയില്ല എങ്കിൽ ഒരു റക്അത്തെങ്കിലും രാത്രി നിസ്കാരം സ്ഥിരമായിട്ട് നിർവഹിക്കുമെന്ന ഒരു പ്രതിജ്ഞ എടുത്തിട്ട് വേണം ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ. ആ രാത്രി നിസ്കാരം നമുക്ക് നൽകുന്ന ഊർജവും സന്തോഷവും ഉന്മേഷവും ചെറുതൊന്നുമല്ല. നമ്മളൊരു വിചാരം, നമ്മൾ എന്തൊക്കെയൊക്കെ ആയിട്ടുണ്ട്, ഞാൻ തിരക്കടില്ല, എനിക്ക് തൗഹീദ് ഉണ്ട്, ദഅവാ രംഗത്ത് ഞാൻ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്, പിന്നെ കുറച്ചൊക്കെ ഖുർആൻ ഓതുന്നുണ്ട്, പെരക്കാരെങ്കിലൊക്കെ കയറി വരുമ്പോ സ്വതക്ക കൊടുക്കുന്നുണ്ട്, അപ്പൊ ഞാനൊരു മെച്ചപ്പെട്ട നിലയിലാണ് എന്ന് നമുക്ക് തോന്നുകയാണ്. നമ്മുടെ മുൻഗാമികളുടെ ജീവിതം വായിക്കുമ്പോഴാണ് ഇനിയും നമുക്ക് അവരിലേക്കൊക്കെ എത്രയോ 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 കിലോമീറ്ററുകൾ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കയറി വരികയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കയറി വന്നിട്ട് ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, നിങ്ങൾ സന്തോഷിക്കുക, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ അല്ലാത്ത ഒരു കന്യകയെ കല്യാണം കഴിച്ചിട്ടില്ല. നിങ്ങളെ പറ്റിയിട്ട് മുനാഫിക്കുകൾ ആരോപണം പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളുടെ നിരപരാധിത്വം അല്ലാഹു ആകാശത്ത് നിന്ന് വഹി ഇറക്കിയിട്ടാണ് തെളിയിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. ആയിഷ ബീവി പറയുന്ന മറുപടി എന്താണെന്നറിയോ? വദിത്തു ലൗ കുന്തു നസിയം മൻസിയ. ഞാൻ ഒന്നുമല്ലാതായിരുന്നുവെങ്കിൽ, എന്റെ ഓർമ്മകൾ പോലും നശിച്ചു പോയിരുന്നു എങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ്. പ്രിയപ്പെട്ടവർ, ആരാണ് ആയിഷ ബീവി? ഞങ്ങൾക്കെല്ലാം തികഞ്ഞു, ഞങ്ങൾ ഉഷാറാണ് എന്ന് അവർക്ക് ആ സമയത്തും തോന്നിയിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആയിഷ ബീവിയെയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ നീ ദുനിയാവിലും സ്വർഗത്തിലും എന്റെ ഇണയാണ്. സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണ് ആയിഷ ബീവി എന്ന സന്തോഷ വാർത്ത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ആളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. പക്ഷെ അവർക്ക് ആ അവസാന നിമിഷങ്ങളിലും ബേജാറായിരുന്നു, പേടിയായിരുന്നു. അതൊരു ഈമാനുള്ള മനുഷ്യന്റെ
അടയാളമാണ്. ഓന് എത്ര ചെയ്താലും ഓനക്ക് പേടിയുണ്ടാകും. ഇതൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവോ? എന്തായിരിക്കും നാളെ എന്റെ അവസ്ഥ? എന്നാൽ ഒരു മുനാഫിക്കിന്റെ അവസ്ഥ എന്താണെന്ന് അറിയോ? ഓനൊന്നും ചെയ്തിട്ടില്ല എങ്കിലും നമുക്ക് നല്ല സമാധാനമായിരിക്കും. ഞാനൊന്നും രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ പിന്നെ ആരാണ് രക്ഷപ്പെടുക? ഇതിൽ ഏതാണ് നമ്മുടെ മനസ്സ് എന്ന് ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നന്മകളിൽ മുന്നേറുവാൻ അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ.